ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിത്തിരുമിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. അനുമതിക്കുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങി. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഫയൽ നീക്ക വിവരങ്ങൾ 24 കിട്ടി. വി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, അഗെയിൻ പറയൂ. എസ്കെൻ, സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയിരിക്കുകയാണ്. 2 മണിക്കൂറാണ് വർധനവ് വരുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ എന്നാണ് പുതുക്കിയിട്ടുള്ള ബാറുകളുടെ പ്രവർത്തന സമയം. നേരത്തെ ഇത് രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു. ബാർ ഉടമകളുടെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്ന കാര്യം വളരെ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ്, 2025 സെപ്റ്റംബറിലാണ് ഫെഡറേഷൻ ഓഫ് ഹോട്ടൽസ് ഇൻ കേരള എന്ന ആ സംഘടന, അതിൻ്റെ പ്രസിഡന്റ് വി സുനിൽകുമാറാണ്. ആ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു, എക്സൈസ് മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ തന്നെ സർക്കാർ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നതാണ്. 2025 ജനുവരിയിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളുടെ എണ്ണം 14-ൽ നിന്ന് 98 ഉയർത്തിയിരുന്നു. വിനോദസഞ്ചാര മേഖലകളിൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറുകൾക്ക് പ്രവർത്തിപ്പിക്കാം എന്ന അനുമതി നേരത്തെ നൽകിയിരുന്നതുമാണ്. ഇത് ഏകീകരിക്കണം എന്നായിരുന്നു സംസ്ഥാനത്തെ ബാർ ഉടമകളുടെ ആവശ്യം. വിനോദസഞ്ചാര മേഖലകളിലെ ബാർ ഉടമകൾക്ക് അമിത ലാഭത്തിന് അത് വഴിയൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റു ബാറുകൾക്കും പ്രവർത്തന സമയം ആ നിലയിൽ വിനോദസഞ്ചാര മേഖലകൾക്ക് കൊടുത്തതുപോലെ തന്നെ തങ്ങളുടെ ബാറുകളും പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. ആ ആവശ്യത്തിന്മേൽ നോക്കൂ SKN, 2025 സെപ്റ്റംബറിലാണ് ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഈ നിവേദനം സർക്കാരിന് കൈമാറുന്നത്. തുടർന്ന് ഒക്ടോബർ മാസം 22-ാം തീയതി 2025 ഒക്ടോബർ 22-ാം തീയതി 5:37 ഇത് സംബന്ധിച്ച ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഫയൽ നീക്കം പിന്നീട് വളരെ വേഗത്തിലാകുന്നു. ജനുവരി മാസം കഴിഞ്ഞ ജനുവരി 28-ാം തീയതി, ഇക്കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇത് KR ജ്യോതിലാൽ IAS അദ്ദേഹം MB രാജേഷിന് ഈ ഫയൽ അയക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം 29-ാം തീയതി, അതായത് സംസ്ഥാന ബജറ്റ് ദിവസമാണ്, ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം മന്ത്രി MB രാജേഷ് ഈ ഫയൽ ഉച്ചയ്ക്ക് 1:43 മുഖ്യമന്ത്രി പിണറായി വിജയന് അയക്കുകയാണ്. തുടർന്ന് മുഖ്യമന്ത്രി 31-ാം തീയതി ഈ ഫയൽ അംഗീകരിക്കുന്നു. അതായത് ബാറുകളുടെ പ്രവൃത്തി സമയം അത് കൂട്ടുന്നതിനുള്ള തീരുമാനത്തിന് അനുകൂലമായി മുഖ്യമന്ത്രി ആ തീരുമാനമെടുത്ത് MB രാജേഷിനെ ഇക്കാര്യം അറിയിക്കുന്നത് 31-ാം തീയതി, ജനുവരി മാസം 31-ാം തീയതി വൈകിട്ട് 5:15 തുടർന്ന് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് ടാക്സ് വിഭാഗത്തിന്, നികുതി വിഭാഗത്തിലേക്കൊക്കെ കൈമാറുന്നുണ്ട്. ഏതായാലും ഈ ഫയൽ നീക്കം വളരെ വേഗത്തിലായിരുന്നു. ആ തീരുമാനമെടുത്തത് തിടുക്കപ്പെട്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ബാർ ഉടമകളുടെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ എന്ന ബാർ ഉടമകളുടെ സംഘടനയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് SKN, 5 ലക്ഷം രൂപ വാർഷിക ഫീസ് അടയ്ക്കുകയാണെങ്കിൽ, അങ്ങനെ വാർഷിക ഫീസ് അടയ്ക്കുന്ന, ഒരു വർഷം 5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കുന്ന ബാറുകളിൽ പുലർച്ചെ 3 മണിവരെ മദ്യം വിളമ്പുന്നതിനുള്ള അനുമതി കൂടി പുതിയ വിജ്ഞാപന പ്രകാരം അനുവദിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ ബാറിൽ 2 മണിക്കൂർ സമയം നീട്ടിയതിൽ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഫയലൊക്കെ നേരത്തെ തന്നെ നീങ്ങി തുടങ്ങിയിരുന്നു എന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.